സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാമർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ എങ്ങനെയാണ് ഒരു ട്രേഡ് എൻട്രി എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ലൈൻ യെല്ലോ കളർ ലൈൻ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. സോ ഈ ഒരു സപ്പോർട്ടിൻ്റെ ഇവിടെ വെച്ചിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ വെച്ചിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടല്ലേ. സോ നമുക്കറിയാം ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്ത ഉടനെ നമ്മൾ ചാടിക്കയറി ട്രേഡ് എടുക്കില്ല, നമുക്ക് കൺഫർമേഷൻ വേണം. സോ ആ കൺഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ആ കൺഫർമേഷൻ കിട്ടുന്നത് ഹാമർ ക്യാൻഡിൽ കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന നെക്സ്റ്റ് ക്യാൻഡിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കൺഫർമേഷൻ എടുക്കുന്നത്. സോ ഈ ഒരു കേസിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലോട്ടാണോ അല്ലെങ്കിൽ താഴോട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു ഹാമർ ക്യാൻഡിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ബ്രേക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യണം? ക്യാൻഡിൽ ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്യണം. അതായത് ഇപ്പം ഇതൊരു ഹാമർ ക്യാൻഡിലാണ്, നെക്സ്റ്റ് ഹാമർ ക്യാൻഡിൽ എന്താവണം? ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ, ഇപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയിലെ, ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ബോഡി കൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി കൊണ്ട് ബ്രേക്ക് ആവണം, ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റിലെ പോയിന്റ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതുള്ളൂ, അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്താൽ ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ബോഡി കൊണ്ട് ബ്രേക്ക് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രേഡിന് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ എൻട്രി എവിടെ വരാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻട്രി എവിടെയാണ് വരിക? ഇപ്പോൾ നോർമലി നമ്മൾ കാണുന്നത് ഇപ്പം ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെയാണ് പലരും എൻട്രി പറയുന്നത്. പക്ഷേ ഞാനിതിൽ കാണുന്ന ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ഇപ്പം ഇവിടെയാണ് ക്യാൻഡിൽ, ഇപ്പം നമ്മളൊരു 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് നിങ്ങൾ എൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയാം പല ടൈപ്പ് ടൈം ഫ്രെയിം ഉണ്ട്. അപ്പം 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് നിങ്ങളൊരു എൻട്രിക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഇതൊരു ഹാമറാണ്, ഇതൊരു ഹാമർ ക്യാൻഡിലാണ്. ആ ഒരു ഹാമർ ക്യാൻഡിൽ എന്തായിട്ടുണ്ടാവും? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹാമർ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പം ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു 3 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് ക്യാൻഡിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പോയിട്ടുണ്ടാവും. പക്ഷേ ക്യാൻഡിൽ 5 മിനിറ്റ്സിൻ്റെ സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ക്യാൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്യാൻഡിൽ ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? പലരും ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, മുകളിലോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ട്രേഡ് എടുക്കും ഇങ്ങനെ പോകുന്ന സമയത്ത്. സോ നമുക്കിവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്, പക്ഷേ മുകളിലോട്ട് പോയത് ഇങ്ങനെയാണ്. സോ ഇവിടെ പലരും ട്രേഡ് എടുത്തു പോവും. സോ ഇതൊക്കെ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്നതാണ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ. പല ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഹാമറാണ്, ഒരു ഹാമർ ക്യാൻഡിൽ വന്നു, നമുക്ക് എന്ത് ചെയ്യാം? ബോഡി ഇങ്ങനെ കാണാൻ പറ്റും, ബോഡി മാത്രം, അതായത് ഈ ഒരു ഹൈൻ്റെ നേരെ ബോഡി പോയിട്ടുണ്ടാവും, എന്നിട്ട് അവിടെ ബോഡി ക്ലോസ് ആവും, പിന്നെ പോയിട്ടുണ്ടാവും ഷാഡോ ആയിട്ടും പോയിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ളത് നമ്മൾ പരിഗണിക്കില്ല, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എൻട്രി ഈ ഒരു ക്യാൻഡിൽ, അതായത് ഇതൊരു ഹൈ ബ്രേക്ക് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ്, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തതില്ലേ. സോ ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ്, അതായത് ഇവിടെയാകണം നമ്മുടെ എൻട്രി വരേണ്ടത്. ബിക്കോസ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ള പേഷ്യൻസ് നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറ്റി പോകുമെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ട്രേഡ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റിൽ ഒരു 5 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ്സിൽ ആ ക്യാൻഡിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും. സോ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കും. പക്ഷേ 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ക്യാൻഡിൽ ഇങ്ങനെ ആയിട്ടുണ്ടാവും, ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ട്രാപ്പിൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എൻട്രി എന്തായിരിക്കണം? ഇങ്ങനെ ഒരു ഹാമർ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ഇവിടെ. സോ ഇവിടെ ആയിരിക്കണം നമ്മുടെ എൻട്രി വരേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഇതൊരു ലോ അല്ലേ, ഈ ഒരു ലോയുടെ താഴെ ആയിരിക്കണം, കുറച്ച് താഴോട്ട്. സ്റ്റോപ്പ് ലോസിൻ്റെ ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ലോ അടുത്ത് വെക്കരുത്. ഹാമർ ക്യാൻഡിലിൻ്റെ ലോയുടെ കുറച്ചും കൂടി താഴോട്ടേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് വരേണ്ടത് 1:2 ആണ് നമുക്ക് ടാർഗറ്റ് വേണ്ടത്. അതായത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഹാമർ ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലാണ്. സോ ഇവിടെയാണ് ഞാൻ എൻട്രി പറഞ്ഞത്, ഇവിടെ ലോ ആണ്, ആ ലോയുടെ താഴെ ആണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, പിന്നെ നമ്മുടെ ടാർഗറ്റ് വേണ്ടത് 1:3
2 ആണ് നമ്മുടെ ടാർഗറ്റ് വേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഹാമർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ നമ്മൾ ട്രേഡ് എൻട്രി പ്ലാൻ ചെയ്യാവുന്നത്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ചാർട്ടിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഹാമർ ക്യാൻഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. സോ നമുക്കിതൊരു ഹാമർ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഹാമർ ക്യാൻഡിലിന് ശേഷം ഫോം ചെയ്ത ക്യാൻഡിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. അതായത് ഇവിടുത്തെ ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഹൈ എവിടെയാണുള്ളത്, ഇവിടെയാണ് ഹാമർ ക്യാൻഡിൽ ഹൈ ഉള്ളത്. അതിവിടെ ഈ ഒരു ക്യാൻഡിൽ ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. സോ നമ്മുടെ എൻട്രി എങ്ങനെയാണ് വരുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാമർ ക്യാൻഡിലിൻ്റെ ശേഷം വരുന്ന ക്യാൻഡിൽ ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ചെയ്ത ആ ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് നമ്മുടെ എൻട്രി. സോ ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ എൻട്രി. അതായത് ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഇതാണ്, ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്, അതിൻ്റെ ക്ലോസ് ഇവിടെയാണ് അതിൻ്റെ ക്ലോസ് അല്ലേ. സോ നമുക്ക് ഇവിടെയാണ് എൻട്രി വരുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വരുന്നത്, ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ താഴെ അല്ലേ, ലോയുടെ കുറച്ച് താഴെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെയാണ് ഹാമർ ക്യാൻഡിലെ ലോ, അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ടാർഗറ്റ് വരുന്നത് 1:2 ആണ് ടാർഗറ്റ് വരുന്നത്. സോ 1:2, ഇതാണ് 1:2. ഇതാണ് നമ്മുടെ ട്രേഡ് വരുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ ക്ലോസ്. സോ ഇതാണ് നമ്മുടെ എൻട്രി. ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ഏരിയയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതുപോലെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു ഏരിയയാണ് നമ്മുടെ ടാർഗറ്റ്. ഈ ഏരിയയാണ് നമ്മുടെ TP. ഇത് എൻട്രി, ഇത് SL. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.